ബിജെപിയിലേക്ക് കൂറുമാറിയ ആം ആദ്മി എംപിമാർക്ക് യോഗ്യതയില്ല. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 7 എംപിമാരുടെ കൂറുമാറ്റം രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചു. രാജ്യസഭയിൽ ബിജെപി അംഗങ്ങൾ ഇതോടെ 113ആയി. ആം ആദ്മി എംപിമാരെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്ത കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി രാജ്യസഭയിലെ അച്ചടക്കമുള്ള എംപിമാരാണ് ബിജെപിയിൽ എത്തിയതെന്നും പുതിയ രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഒരുമിച്ച് മുന്നേറാമെന്നും കിരൺ റിജിജു പറഞ്ഞു. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ അഭിനന്ദ്, ആം ആദ്മി പാർട്ടിയും നിവേദനം നൽകിയിരുന്നു. ഇതിപ്പോൾ പക്ഷേ അത് അംഗീകരിച്ചിട്ടില്ല. എന്തായാലും രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 7 എംപിമാരുടെ കൂറുമാറ്റം രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരിക്കുന്നു. ശ്രുതി, പാർട്ടി വിട്ട 7 രാജ്യസഭാ എംപിമാർക്കെതിരെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം രാജ്യസഭാ അധ്യക്ഷനും ഒപ്പം തന്നെ രാഷ്ട്രപതിക്കും കത്ത് നൽകാനായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായിട്ട് പിന്തുണ അത് MLA-മാരെ കൂട്ടിച്ചേർന്നുകൊണ്ട് അറിയിക്കുവാൻ വേണ്ടിയിട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലേക്കൊരു നടപടി ഇപ്പോൾ രാജ്യസഭാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. 7 രാജ്യസഭാ എംപിമാരെയും BJP എംപിമാരായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കുലറാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അശോക് മിത്തൽ 107ാമത്തെ അംഗമായി മാറിയിരിക്കുന്നു. 108ാമത്തെ അംഗമായി രാഘവ് ചദ്ദ, ഹർഭജൻ സിംഗ്, സന്ദീപ് കുമാർ പഥക്, വിക്രംജിത്ത് സാനെ, സ്വാതി മലിവാൾ, രജീന്ദർ ഗുപ്ത, അങ്ങനെ 113 അംഗങ്ങൾ ഇപ്പോൾ BJPക്ക് ഉണ്ടാക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആം ആദ്മി പാർട്ടിയുടെ അംഗസംഖ്യ എന്നത് വെറും 3ആയി മാറിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം കേസ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. 3ൽ 2 ഭൂരിപക്ഷവും കൊഴിഞ്ഞുപോയ സാഹചര്യത്തിൽ അത് ആപ്ലിക്കബിൾ അല്ല എന്ന് തന്നെ നേരത്തെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ പഴയ കേസുകളടക്കം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിലെന്തായാലും ആം ആദ്മി പാർട്ടി കടക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തുനിന്നും വലിയ പുകഴ്ത്തലുകളാണ് BJPയിലേക്ക് ചേർന്ന ഈ എംപിമാർക്ക് ഉണ്ടാകുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു തന്നെ പറഞ്ഞു, രാജ്യസഭയിൽ ഉണ്ടായ സമയത്ത് 7 പേരും വലിയ രീതിയിൽ അച്ചടക്കം പാലിച്ചവരാണ്, നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയവരാണ്. എന്തായാലും രാജ്യത്തെ കെട്ടിപ്പടുക്കാനായിട്ട് ഇവർക്ക് കഴിയും എന്നാണ് കിരൺ റിജിജു വ്യക്തമാക്കുകയും ചെയ്തത്. ആം ആദ്മി പാർട്ടിയിൽ പഞ്ചാബിൽ എന്ത് സംഭവിക്കുമെന്നാണ് ഇപ്പോൾ ഒരു ആശങ്കയായിട്ടുള്ളത്. MLA-മാർ കൊഴിഞ്ഞു പോകുമോ? MLA-മാരെ എങ്ങനെയെങ്കിലും സ്വന്തം പാളയത്തിൽ അത് തിരിച്ചെത്തിക്കാൻ, അല്ലെങ്കിൽ അസംതൃപ്തരുമായിട്ടും ഒപ്പം തന്നെ അതൃപ്തരുമായിട്ട് നിൽക്കുന്ന ആളുകളെ ഒക്കെ നേരിൽ കണ്ട് ചർച്ച നടത്താനുള്ള തീരുമാനത്തിലേക്ക് കൂടി ഇപ്പോൾ ആം ആദ്മി പാർട്ടി വ്യക്തമാണ്. രാഘവ് ചദ്ദ ഉൾപ്പെടെയുള്ള 7 എംപിമാരുടെ കൂറുമാറ്റമാണ് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചിരിക്കുന്നത്. ഇതോടെ ആം ആദ്മിയുടെ അംഗസംഖ്യ 3ആയി കുറഞ്ഞിരിക്കുകയാണ്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്.